പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് സിപിഎം പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ട റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച മാർച്ച് റബ്ബർ ബോർഡ് പടിക്കൽ ജില്ലാ കമ്മിറ്റി അംഗം രമാമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ബി രമേശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജോയി ജോർജ്, ഏരിയ സെക്രട്ടറി ടി എസ് സിജു, കർഷക സംഘം ഏരിയ സെക്രട്ടറി സി കെ ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. ഈ തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ സദാവ് സൂചിപ്പിച്ചു, ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുമ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ബിജെപിയുടെ അതേ നയം തന്നെ കേരളത്തിലെ യുഡിഎഫും ഒരേ നാണയത്തിന്റെ രണ്ടു വശം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവിടെ വി ഡി സതീശന്റെ നിലപാട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 15 ദിവസം കൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്ന രൂപത്തിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. വർധനവ് എന്ന് പറയുന്നത് 50 പൈസയോ 1 രൂപയല്ല. പെട്രോളിന് 8 രൂപ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുകയാണ്. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും അതോടൊപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും നിരന്തരം കുതിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആരാണ് ഇതിന് ഉത്തരവാദി, ആർക്കാണ് ഇതിന് ഇടപെടാൻ കഴിയുക എന്നുള്ളത് വളരെ കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്ന ചോദ്യമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ജീവിക്കും എന്താണ് കേന്ദ്ര ഗവൺമെന്റ്, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്? പശ്ചിമേഷ്യൻ സംഘർഷം കൊണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം, ഈ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറാകണം എന്നല്ലേ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം? അതാണോ ശരി എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? രാജ്യത്തെ സാധാരണക്കാരായ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള വിവേകമുള്ള ആളുകൾക്ക് ബോധമുള്ള കാര്യമാണ്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയോ ഡീസലിന്റെയോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയോ വില വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്തത് ജനജീവിതത്തിന്റെ തത്വമായിരുന്നില്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ തരമില്ല. നമുക്കറിയാം, ഈ സമരത്തിന് ആധാരമായ കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എല്ലാ അധികാരം പൂർണ്ണമായി എഴുതിക്കൊടുക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ പെട്രോളിയം മുതലാളിമാർക്ക്, കമ്പനികൾക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ലാഭമാകുന്ന വരെ വില വർദ്ധിപ്പിക്കുവാനുള്ള അവകാശം കീഴടക്കിക്കൊടുക്കുന്ന ഒരു സമീപനമാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിൽ സിപിഐഎം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ജോയി ജോർജ്, സിപിഐഎം പൂഞ്ഞാർ ഏരിയ സെക്രട്ടറി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഐഎമ്മിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് രമാമോഹൻ സംസാരിക്കും. ഭരണസമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിപിഐഎം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ജോയി ജോർജ്, സിപിഐഎം പൂഞ്ഞാർ ഏരിയ സെക്രട്ടറി സഖാവ് ടി എസ് സിജു തുടങ്ങി പ്രമുഖ നേതാക്കൾ ഭരണസമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പെട്രോൾ, ഡീസൽ, പാചക